ഗുഡ് ഈവനിങ്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ച് ടോപ്പിക് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അതിൽ നിന്ന് ഞാനൊരു 10-60 PYQ 60 എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിന്റെ കൂടെ അത് ഓരോ ഏരിയയിലും നമുക്ക് എന്തൊക്കെയാണോ അത് എന്താ പറയാ ഒന്ന് ക്രോഡീകരിച്ച് പറയേണ്ടത് അതും കൂടി ചേർത്ത് അങ്ങോട്ട് പറയാം കേട്ടോ. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ, വിച്ച് സെൽ ഓർഗനൽ ഈസ് നോൺ ആസ് സൂയിസൈഡ് ബാഗ്സ് ഓഫ് എ സെൽ? ഇത് 2-3 തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. റെയിൽവേയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ, അതായത് 2-3 എക്സാമുകൾക്ക് ചോദിച്ചാണ് സൂയിസൈഡ് ബാഗ്സ് ഓഫ് എ സെൽ അതെന്താണ് അറിയപ്പെടുന്നത്. അപ്പൊ ലൈസോസോം, ന്യൂക്ലിയസ്, മൈറ്റോകോൺഡ്രിയ, സെൻട്രോസോം. അപ്പൊ അതില് ലൈസോസോം ആണ് എന്തറിയപ്പെടുന്നത്? സൂയിസൈഡ് ബാഗ്സ് ഓഫ് എ സെൽ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഇതിൽ ഇവിടെ 2 ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് ലൈസോസോമിന്റെ ഫംഗ്ഷൻ, മറ്റൊന്ന് സൂയിസൈഡ് ബാഗ്സ് ഓഫ് എ സെൽ എന്നറിയപ്പെടുന്നത് ഏത്? ഈ 2 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചാൻസ് ഉള്ളത്. അപ്പൊ അതിന് ഫംഗ്ഷൻ എന്താന്ന് വെച്ചാല്, നമ്മുടെ സെല്ലിനകത്തേക്ക് കയറുന്ന അന്യവസ്തുക്കൾ അല്ലെങ്കിൽ ഫോറിൻ പാർട്ടിക്കിൾസിനെ ഡിസ്ട്രോയ് ചെയ്യുക. അതാണ് ലൈസോസോമിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് കുറെ എൻസൈം ഒക്കെ ഉണ്ടാവും ലൈസോസോമില്. അപ്പൊ ആ എൻസൈമുകൾ ഉപയോഗിച്ചുകൊണ്ട് ആരെ നശിപ്പിക്കുക? ഫോറിൻ പാർട്ടിക്കിൾസിനെ, കോശത്തിനകത്തേക്ക് കയറുന്ന അല്ലെങ്കിൽ സെല്ലിനകത്തേക്ക് കയറുന്ന ഫോറിൻ പാർട്ടിക്കിൾസിനെ എന്താക്കുക? ഡിസ്ട്രോയ് ചെയ്യുക കേട്ടോ. ഡിസ്ട്രോയ് ചെയ്യുക യൂസിങ് എന്ത്? എൻസൈംസ്. എൻസൈംസ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഫോറിൻ പാർട്ടിക്കിൾസിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന സെൽ ഓർഗനൽ ആണ് എന്ന് പറയുന്നത് ലൈസോസോം എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് ഏതാ ഓപ്ഷൻ ഇവിടെ ഉള്ളത്? ന്യൂക്ലിയസ് ആണ് അല്ലെ. അപ്പൊ ന്യൂക്ലിയസ് എന്ന് പറയുമ്പോ എന്താണ്? സെന്റർ ആണ് അല്ലെ. സെന്റർ ഓഫ് ദി സെല്ലാണ്. അതുപോലെ എന്താണ്? കൺട്രോളിങ് പാർട്ടും ആണ്. അപ്പൊ 2 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ചോദിക്കാറുള്ളത്. എന്താണ്? സെന്റർ ഓഫ് ദി സെൽ ഏത്? കൺട്രോളിങ് പാർട്ട് ഏത്? കോശത്തെ നിയന്ത്രിക്കുന്ന ഭാഗം ഏത്? അല്ലെങ്കിൽ കോശത്തിന്റെ സെന്റർ ഏത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് ന്യൂക്ലിയസ് ആണ്. ഓക്കെ. അപ്പൊ ലൈസോസോം എന്ന് വെച്ചാൽ നമ്മുടെ സൂയിസൈഡൽ ബാഗ് ആണ്. പിന്നെ ഫംഗ്ഷൻ ചോദിച്ചാൽ കോശത്തിനകത്ത് എൻ്റർ ചെയ്യുന്ന ഫോറിൻ പാർട്ടിക്കിൾസിനെ ഡിസ്ട്രോയ് ചെയ്യാം. പിന്നെ അടുത്തെന്താണ്? മൈറ്റോകോൺഡ്രിയ അല്ലെ. പണ്ടേ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഏത്? പവർ ഹൗസ് ഓഫ് എ സെൽ എന്നറിയപ്പെടുന്നത് ഏത്? അപ്പൊ ഇത് എപ്പോഴും ചോദിക്കും, ഇപ്പോഴും റണ്ണിങ് ആണ് ഈ ക്വസ്റ്റ്യൻ. പണ്ടേ ചോദിക്കുന്നതാണ്, വളരെ പണ്ടേ ചോദിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ കോശത്തിനകത്ത് എനർജി പ്രൊഡക്ഷൻ അല്ലെ, എനർജി പ്രൊഡക്ഷന് സഹായിക്കുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ മൈറ്റോകോൺഡ്രിയ എന്ന് പറയുന്നത്. അപ്പൊ എന്തറിയപ്പെടുന്നു? പവർ ഹൗസ് ഓഫ് എ സെൽ എന്ന് അറിയപ്പെടുന്നു. അപ്പൊ ആ 2 ക്വസ്റ്റ്യൻ സാധാരണ ചോദിക്കാറുണ്ട്. മൈറ്റോകോൺഡ്രിയയുടെ ഫംഗ്ഷൻ എന്ത്, അതുപോലെ പവർ ഹൗസ് ഓഫ് എ സെൽ ഏത്? 2 ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കുന്നതാണ്. അപ്പൊ അത് 2 ഓർമ്മിച്ചു വെക്കാം. നെക്സ്റ്റ് എന്താണ്? സെൻട്രോസോം. അപ്പൊ സെൻട്രോസോം എന്ന് വെച്ചാൽ നമ്മളെ സെൽ ഡിവിഷനിൽ പ്രധാന പങ്ക് വഹിക്കുന്ന സെൽ ഓർഗനൽ ആണ് എന്ന് പറയുന്നത് സെൻട്രോസോം എന്ന് പറയുന്നത്. കോശ വിഭജനത്തിന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ലൈസോസോമും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ലൈസോസോമും സെൻട്രോസോമും എവിടെ മാത്രമേ ഉള്ളൂ? 2 സെൽ ഓർഗനലും പ്ലാന്റ് സെല്ലിലും എനിമൽ സെല്ലിലും മാത്രമേ ഉള്ളൂ. അപ്പൊ ആ കാര്യം ഓർമ്മിച്ചു വെക്കാം കേട്ടോ. ആരൊക്കെ? ഇതും അതുപോലെ ഇതും എവിടെ മാത്രമേ ഉള്ളൂ? എനിമൽ സെല്ലിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ലൈസോസോമും സെൻട്രോസോമും കാണപ്പെടുന്നത് എനിമൽ സെല്ലിലാണ്. ഏതിലില്ല? പ്ലാന്റ് സെല്ലിൽ ഇല്ല കേട്ടോ. അപ്പൊ സെൻട്രോസോം എന്തിനാ സഹായിക്കുന്നത്? സെൽ ഡിവിഷൻ ആണ് സഹായിക്കുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാ? വിച്ച് സെൽ ഓർഗനൽ ഈസ് നോൺ ആസ് സൂയിസൈഡ് ബാഗ്സ് ഓഫ് എ സെൽ? എന്താണ്? ലൈസോസോം ആണ്. അതിന്റെ ഫംഗ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഡിസ്ട്രോയ് ഫോറിൻ പാർട്ടിക്കിൾസ് ആണ്. ന്യൂക്ലിയസ് എന്ന് വെച്ചാൽ സെന്റർ ഓഫ് ദി സെല്ലാണ് അല്ലെ, കോശത്തിന്റെ കേന്ദ്രമാണ്, അതുപോലെ നിയന്ത്രണ ഭാഗമാണ്. പിന്നെ മൈറ്റോകോൺഡ്രിയ പവർ ഹൗസ് ഓഫ് എ സെൽ എന്നറിയപ്പെടുന്നു. എനർജി പ്രൊഡക്ഷൻ ആണ് മൈറ്റോകോൺഡ്രിയയുടെ ഫംഗ്ഷൻ. നെക്സ്റ്റ് എന്താണ്? സെൻട്രോസോം ആണ്. എനിമൽ സെല്ലിൽ മാത്രമാണ് ഏത് കാണപ്പെടുന്നത്? ലൈസോസോമും സെൻട്രോസോമും കാണപ്പെടുന്നത്. സെൻട്രോസോം സെൽ ഡിവിഷൻ സഹായിക്കുന്ന ഭാഗമാണ്. ഓക്കെ. നെക്സ്റ്റ്, ഹൂ ഡിസ്കവേർഡ് സെൽ? ആരാണ് സെല്ല് കണ്ടെത്തിയത്? സെല്ല് കണ്ടെത്തിയത് ചോദിച്ചാല് നിങ്ങൾക്ക് അറിയായിരിക്കും, റോബർട്ട് ഹുക്കാണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ആദ്യമായിട്ട് ഒരു മൈക്രോസ്കോപ്പിന്റെ സഹായത്താൽ കോശത്തെ അല്ലെങ്കിൽ സെല്ലിനെ നിരീക്ഷിച്ചത് റോബർട്ട് ഹുക്കാണ്. ഓക്കെ. അപ്പൊ അയാൾ കണ്ടെത്തിയത്, അയാൾ ശരിക്കും പറഞ്ഞാല് നമ്മളെ ഈ ബോട്ടിലൊക്കെ അല്ലേ, ബോട്ടിൽ മരത്തിന്റെ അടപ്പെടുന്നില്ല, അപ്പൊ അതാണ് ടെസ്റ്റ് ചെയ്തത്. ആ മരത്തിന്റെ അടപ്പെടുത്തിട്ട് ഒന്ന് മൈക്രോസ്കോപ്പ് ഒക്കെ വെച്ച് നോക്കിയത് അതിന്റെ ഒരു പീസ്. അപ്പൊ ഒരു ചെറിയ എന്താ പറയാ കമ്പാർട്ട്മെന്റ് പോലെ കാണപ്പെട്ടു എന്നാണ് അയാൾ പറഞ്ഞത്. പിന്നെയാണ് അതിന് സെൽ എന്നൊക്കെ പേര് കൊടുത്തത്. അപ്പൊ അയാളുടെ ബുക്കാണ്, അതായത് അയാളുടെ ഈ മൈക്രോഗ്രാഫിയ എന്ന് പറയുന്നത് റോബർട്ട് ഹുക്കിന്റെ ബുക്കാണ്. അതിലാണ് ഇതിനെ പറ്റിയൊക്കെ പരാമർശിച്ചത് കേട്ടോ. അപ്പൊ മൈക്രോഗ്രാഫിയ എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയത് ആരും ചോദിച്ചാൽ റോബർട്ട് ഹുക്കാണ്. അയാളാണ് ആദ്യമായിട്ട് സെല്ലിനെ ഒബ്സർവ് ചെയ്തത്. അയാൾ കണ്ടെത്തിയത് എന്താണ്? നോൺ ലിവിങ് സെല്ലാണ്, അതായത് ജീവനില്ലാത്ത കോശത്തെയാണ് റോബർട്ട് ഹുക്ക് കണ്ടെത്തിയത്. ഓക്കെ.
ഇനി ഇവിടെ ബാക്കിയുള്ളവർ കൂടെ നമുക്ക് നോക്കാം. തിയോഡർ ഷ്വാൻ അല്ലെ, തിയോഡർ ഷ്വാൻ എന്ന് വെച്ചാല് എന്താണ് കണ്ടെത്തിയത്? അതായത് എനിമൽ ബോഡീസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽസ് എന്ന് കണ്ടെത്തിയ ആളാണ് ആരെന്ന് പറയുന്നത്? തിയോഡർ ഷ്വാൻ. അതായത് ജന്തുക്കളുടെ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ്. അത് കണ്ടെത്തിയ ആളാണ് തിയോഡർ ഷ്വാൻ. ഇനി അടുത്തതാരാ? MJ ഷ്ലിഡൻ അല്ലേ. നേരെ തിരിച്ച് എന്ത്? പ്ലാന്റ് ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽസ് എന്ന് കണ്ടെത്തിയ ആളാണ് MJ ഷ്ലിഡൻ. അപ്പോ തിയോഡർ ഷ്വാൻ എന്താ കണ്ടെത്തിയത്? എനിമൽ ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽ. MJ ഷ്ലിഡൻ എന്താ കണ്ടെത്തിയത്? പ്ലാന്റ് ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. അപ്പൊ ഇത് രണ്ടുപേരും ആയി. ഒക്കെ നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. ഇയാൾ ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു എന്നുള്ളൂ, ബാക്കി രണ്ടുപേരും ചോദിക്കുന്നതാണ്. അപ്പോ പിന്നെ ഒരു കാര്യം കൂടി ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാല് ഈ രണ്ടുപേരും ചേർന്നിട്ടാണ് എന്ത് കണ്ടെത്തിയത്? സെൽ തിയറി കണ്ടെത്തിയതല്ല, ഫോം ചെയ്തത്, രൂപപ്പെടുത്തിയെടുത്തത് കേട്ടോ. അപ്പൊ തിയോഡർ ഷ്വാനും MJ ഷ്ലിഡനും ചേർന്നിട്ടാണ് എന്ത് കണ്ടെത്തിയത്, അല്ലെങ്കിൽ എന്ത് രൂപീകരിച്ചത്? സെൽ തിയറി അല്ലെങ്കിൽ കോശ സിദ്ധാന്തം രൂപീകരിച്ചത്. ഇനി ഒരാളുടെ ബാക്കിയുണ്ട് അല്ലെ. അപ്പൊ എന്താണ്? റുഡോൾഫ് വിർഷോയാണ് അല്ലെ. റുഡോൾഫ് വിർഷോ കണ്ടെത്തിയത് എന്താന്ന് വെച്ചാല് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പൊ നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമാണ്. ഈ 4 പേരെ നമുക്ക് എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പൊ 4 പേരുകളെയും പഠിച്ചു വെക്കണം കേട്ടോ. അപ്പൊ റുഡോൾഫ് വിർഷോ എന്താ ചോദിക്കുന്നത്? എന്താ പറയുന്നത്? അതായത് ന്യൂ സെൽസ് ആർ ഫോംഡ് അല്ലെ. ന്യൂ സെൽസ് ആർ ഫോംഡ് ഓൺലി ഫ്രം ദി പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. Only from the pre-existing cells. ഇപ്പൊ അതാരാ കണ്ടെത്തിയത്? റുഡോൾഫ് വിർഷോ ആണ് കണ്ടെത്തിയത്. ഇപ്പൊ 4 സയന്റിസ്റ്റ് നമ്മളോട് പഠിക്കണം. തിയോഡർ ഷ്വാൻ എന്ത് കണ്ടെത്തി? എനിമൽ ബോഡീസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്, ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ്. MJ ഷ്ലിഡൻ ആണെങ്കിലോ പ്ലാന്റ് ബോഡീസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്, സസ്യ ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ്. രണ്ടുപേരും ചേർത്ത് എന്തിന് രൂപം കൊടുത്തു? സെൽ തിയറിക്ക് രൂപം കൊടുത്തു. റോബർട്ട് ഹുക്ക് എന്താ കണ്ടെത്തിയത്? ആദ്യമായിട്ട് ജീവനില്ലാത്ത കോശത്തെ നിരീക്ഷിച്ചു, അല്ലെങ്കിൽ കോശത്തെ ആദ്യമായി നിരീക്ഷിച്ചത് ആരും ചോദിച്ചാല് റോബർട്ട് ഹുക്കാണ്. അദ്ദേഹത്തിന്റെ ബുക്കാണ് ഇത്, മൈക്രോഗ്രാഫിയ. റുഡോൾഫ് വിർഷോ എന്താ കണ്ടെത്തിയത്? ന്യൂ സെൽസ് ആർ ഫോംഡ് ഓൺലി ഫ്രം ദ പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. എന്താണ്? പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പൊ നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ ജീവനോടെയുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമാണ് എന്തുണ്ടാകുന്നത്? പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത്. ഇതാണ് റുഡോൾഫ് വിർഷോ കണ്ടെത്തിയത്. ഒരാളെയും കൂടി ഞാനിവിടെ പറഞ്ഞുതരാം, റോബർട്ട് ബ്രൗൺ കേട്ടോ. അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം, അത് നമ്മളെ ക്വസ്റ്റ്യൻ ആണ്. റോബർട്ട് ബ്രൗൺ അയാൾ ന്യൂക്ലിയസ് കണ്ടെത്തി കേട്ടോ. ന്യൂക്ലിയസ് കണ്ടെത്തിയത് ആര്? സെല്ലിന്റെ ന്യൂക്ലിയസ് കണ്ടെത്തിയത് ആരും ചോദിച്ചാല് റോബർട്ട് ബ്രൗൺ ആണ്. ഹു ഫൗണ്ട് ഔട്ട് ന്യൂക്ലിയസ് ഓഫ് എ സെൽ ഫസ്റ്റ് ടൈം ചോദിച്ചു കഴിഞ്ഞാല് റോബർട്ട് ബ്രൗൺ ആണ് കേട്ടോ. അപ്പൊ അയാളെ കൂടെ ഒന്ന് ഓർമ്മിച്ച് വെക്കുക, റോബർട്ട് ബ്രൗൺ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് റെഗുലേറ്റ് ദ ഫങ്ഷണൽ ആക്ടിവിറ്റീസ് ഓഫ് ദ സെൽ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് സെൽ ഓർഗനലാണ് കോശത്തിന്റെ ഫങ്ഷണൽ ആക്ടിവിറ്റീസിനെ റെഗുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നത്? നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്ത് കൺട്രോളിങ് പാർട്ടാണ് ഇത് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് അല്ലെ. ന്യൂക്ലിയസ് ആണ് എന്തിനെ നിയന്ത്രിക്കുന്നത്? കോശത്തിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് അവിടെ ഓപ്ഷൻ ഉള്ളത്? സൈറ്റോപ്ലാസം, ന്യൂക്ലിയോലസ്, മൈറ്റോകോൺട്രിയ, ന്യൂക്ലിയസ്. നേരത്തെ ഓൾറെഡി പറഞ്ഞാണ് എന്ത് കോശത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്? ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിന്റെ സെന്ററിലുള്ള ഒരു സ്ഫിയർ ലൈക്ക് സ്ട്രക്ചർ ആണ് ഏതെന്ന് പറയുന്നത്? സ്ഫിയർ ലൈക്ക് സ്ട്രക്ചർ ഇൻ ന്യൂക്ലിയസ് കേട്ടോ. ന്യൂക്ലിയസ് അതാണ് ഏതെന്ന് പറയുന്നത്? ന്യൂക്ലിയോലസ് എന്ന് പറയുന്നത്. പിന്നെ ന്യൂക്ലിയോലസിന്റെ ഫംഗ്ഷൻ ചോദിക്കുകയാണെങ്കിൽ റൈബോസോം പ്രൊഡക്ഷന് സഹായിക്കുക കേട്ടോ. റൈബോസോം പ്രൊഡക്ഷന് സഹായിക്കുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ന്യൂക്ലിയോലസിന്റെ ഫംഗ്ഷൻ. അപ്പൊ ഇത് ന്യൂക്ലിയസ് ആണെങ്കിൽ ന്യൂക്ലിയസിനുള്ളിൽ കാണുന്ന സ്ഫിയർ പോലത്തെ സ്ട്രക്ചർ ആണ് ഇത് ന്യൂക്ലിയോലസ്. ഫംഗ്ഷൻ ചോദിച്ചാൽ എന്താണ്? റൈബോസോം പ്രൊഡക്ഷന് സഹായിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ റൈബോസോം എന്താണെന്ന് നമുക്ക് അങ്ങോട്ട് വരുന്നുണ്ട്. പിന്നെ അടുത്തെന്താണ്? നിങ്ങൾ പഠിച്ചായിരിക്കുമല്ലോ അല്ലെ. അപ്പൊ കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്താണ് സൈറ്റോപ്ലാസം? എന്താണ്? കോശത്തിനകത്ത് അതായത് സെൽ മെംബ്രെയിനകത്ത് ന്യൂക്ലിയസ് ഒഴികെ ബാക്കി ഭാഗത്തിന് പറയുന്ന പേരാണെന്ത്? സൈറ്റോപ്ലാസം അല്ലെ. അപ്പൊ സെല്ലാണെങ്കിൽ ഇവിടെ ഇത് സെല്ലിന്റെ മെംബ്രെയിൻ ആണെങ്കിൽ അത് ന്യൂക്ലിയസ്. അപ്പൊ ന്യൂക്ലിയസ് ഒഴികെ ബാക്കി ഭാഗത്തിന് പറയുന്ന പേരാണെന്ത്? സൈറ്റോപ്ലാസം. ഓൾറെഡി പറഞ്ഞു മൈറ്റോകോൺട്രിയ അല്ലെ, എനർജി പ്രൊഡക്ഷന് സഹായിക്കുന്ന ഭാഗമാണ്. ഇവിടെ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. വിച്ച് റെഗുലേറ്റ് ദ ഫങ്ഷണൽ ആക്ടിവിറ്റീസ് ഓഫ് ദ സെൽ. കോശത്തിന്റെ ഫങ്ഷണൽ ആക്ടിവിറ്റീസിനെ നിയന്ത്രിക്കുന്നത് എന്ത്? സൈറ്റോപ്ലാസം, ന്യൂക്ലിയോലസ്, മൈറ്റോകോൺട്രിയ, ന്യൂക്ലിയസ്. അപ്പൊ നിയന്ത്രിക്കുന്നത് ആരാ? ന്യൂക്ലിയസ് ആണ് കേട്ടോ. ഇതാണ് ആൻസർ. നെക്സ്റ്റ്
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ഫോളോ സെൽ തിയറി. ഇത് ചോദിക്കുന്ന സാധാരണ മത്സര പരീക്ഷകളിൽ കോമ്പറ്റേറ്റീവ് എക്സാമിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സെൽ തിയറി ഫോളോ ചെയ്യാത്തത് എന്ത്? അതായത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് ജീവനുള്ള വസ്തുവാണ് സെൽ തിയറി കോശ സിദ്ധാന്തത്തെ അനുസരിക്കാത്തത് അല്ലെ ഫോളോ ചെയ്യാത്തത്? ബാക്ടീരിയ, ഫംഗൈ, ആൽഗെ, വൈറസ്. അപ്പൊ അതിനകത്ത് ആരാ? സോറി, ആരാ? ബാക്ടീരിയ, ഫംഗൈ, ആൽഗെ, വൈറസ്. അതിൽ ആൻസർ ആരാ? വൈറസ് ആണ് കേട്ടോ. അപ്പൊ ബാക്ടീരിയയും ഫംഗയും ആൽഗയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? സെൽ തിയറി അനുസരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്നുണ്ട്. വൈറസ് മാത്രമാണ് എന്ത് അനുസരിക്കാത്തത്? സെൽ തിയറി ഫോളോ ചെയ്യാത്തത്. അപ്പൊ വൈറസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ വൈറസ് എങ്ങനെയാന്ന് വെച്ചാൽ, വൈറസ് നിങ്ങൾക്ക് അറിയായിരിക്കും ജീവനില്ലാത്ത ശരീരത്തിന് പുറത്ത് അത് ക്രിസ്റ്റലൈസ്ഡ് ആണ്. ഏതെങ്കിലും ഒരു ജീവശരീരത്തിൽ കയറുന്നു, പ്രത്യേക കോശത്തെ ലക്ഷ്യമാക്കി പോകുന്നു. അതിന്റെ ജെനറ്റിക് മെറ്റീരിയൽ, അതായത് ആ സെല്ലിന്റെ കോശത്തിന്റെ ജെനറ്റിക് മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് വൈറസ് ജീവിക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പൊ ആ സെല്ല് എന്തായിപ്പോവും? നശിച്ചു പോവുകയും ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ, ഇപ്പൊ HIV ആണെങ്കിൽ അത് നമ്മളെ WBC ആയിട്ടുള്ള ലിംഫോസൈറ്റിനെയാണ് ആക്രമിക്കുന്നത്. അപ്പൊ എന്താന്ന് വെച്ചാല് ഓരോ ടൈപ്പ് വൈറസും ലക്ഷ്യം വെക്കുന്നത് പ്രത്യേക സെല്ലിനെയാണ്. അപ്പൊ ആ സെല്ല് നശിച്ചു പോവുകയും ചെയ്യും. വൈറസ് ആ സെല്ലിന്റെ DNA അല്ലെങ്കിൽ ജെനറ്റിക് മെറ്റീരിയൽ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യും, പെരുകുകയും ചെയ്യും. ഓക്കെ, അപ്പൊ അവിടെ സെൽ തിയറി ഫോളോ ചെയ്യാത്തത് വൈറസ് ആണ്. ബാക്ടീരിയയും ഫംഗസും ആൽഗയും എല്ലാം എന്ത് ഫോളോ ചെയ്യുന്നുണ്ട്? സെൽ തിയറി ഫോളോ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്? സെല്ല്, ടിഷ്യൂ, ഓർഗൻ, ന്യൂക്ലിയസ്. എന്താണ് ബേസിക് യൂണിറ്റ്? സെല്ലാണ് കേട്ടോ. അപ്പൊ അതായത് സെല്ലിന്റെ ഡെഫിനേഷൻ നമ്മൾ എങ്ങനെയാ പറയാ? ദ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് എ ലിവിങ് ഓർഗാനിസം ഈസ് കോൾഡ് സെൽ. അതായത് ഒരു ജീവനുള്ള വസ്തുവിനെ നിർമ്മിച്ചതിന്റെ അടിസ്ഥാനത്തിൽ, അത് സ്ട്രക്ചറിന്റെ അടിസ്ഥാനത്തിലായാലും, അതായത് ഘടന നോക്കിക്കഴിഞ്ഞാലും അത് പ്രവർത്തിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലായാലും എല്ലാം ബേസിക് യൂണിറ്റ് എന്ത് തന്നെയാണ്, അല്ലെങ്കിൽ അടിസ്ഥാന ഘടകം എന്ത് തന്നെയാണ്? സെല്ലാണ് കേട്ടോ. അപ്പൊ ദ ബേസിക് സ്ട്രക്ചർ, അങ്ങനെയായിരിക്കും സാധാരണ ഡെഫിനേഷൻ വെച്ചിട്ട് ചോദിക്കുക. എങ്ങനെയാ? ദ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് എ ലിവിങ് ഓർഗാനിസം ഈസ് കോൾഡ് സെൽ. അപ്പൊ വാട്ട് ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് ചോദിച്ചാൽ അത് സെല്ലാണ്. പിന്നെന്താ ടിഷ്യൂ എന്ന് പറഞ്ഞാല്? അതായത് ഗ്രൂപ്പ് ഓഫ് സെൽസ് ഹാവിങ് സെയിം സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ. അല്ലെ, എന്താണ് സെൽ എന്ന് പറഞ്ഞാൽ? നമ്മൾ പറഞ്ഞു ബേസിക് യൂണിറ്റ് ആണ്. ഇതെന്താണ്? അതായത് ഒരേ ഘടനയും അതുപോലെ തന്നെ എന്താണ്? ഗ്രൂപ്പ് ഓഫ് സെൽസ് ഹാവിങ് സെയിം സ്ട്രക്ചർ, അല്ലെ, സെയിം സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ. ഒരേ ജോലിയും, അല്ലെ, ഒരേ ധർമ്മം നിർവഹിക്കുന്ന ഒരേ സ്ട്രക്ചറുള്ള കോശങ്ങളുടെ കൂട്ടത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടിഷ്യൂ എന്ന് വിളിക്കുന്നത്. എവിടെന്നെങ്കിലും കുറച്ച് സെല്ലൊന്ന് കൂട്ടിവെച്ച ടിഷ്യൂ ആവുന്നില്ല. എന്തായിരിക്കണം? കാണുമ്പോൾ സ്ട്രക്ചർ ഒരുപോലെ ആയിരിക്കണം, ചെയ്യുന്ന ജോലി സെയിം ആയിരിക്കണം. പിന്നെ ഓർഗൻ, ടിഷ്യൂ ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത്? ഓർഗൻ അല്ലെങ്കിൽ അവയവം ഉണ്ടാകുന്നത്. ന്യൂക്ലിയസ് ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി നമുക്കിത് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കോൾഡ് പ്രോട്ടീൻ ഫാക്ടറി ഓഫ് എ സെൽ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്രോട്ടീൻ ഫാക്ടറി ഓഫ് എ സെൽ എന്നറിയപ്പെടുന്നത് ഏത്? ക്ലോറോപ്ലാസ്റ്റ്, ലൈസോസോം, സെൻട്രോസോം, റൈബോസോം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, റൈബോസോമിനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ റൈബോസോം ആണ് ആൻസർ. അപ്പൊ ശ്രദ്ധിക്കുക, റൈബോസോമിന്റെ ഫംഗ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ പ്രോട്ടീൻ സിന്തസിസ് ആണ്. കോശത്തിനകത്ത് പ്രോട്ടീൻ നിർമ്മാണത്തിന് സഹായിക്കുന്ന സെൽ ഓർഗനൽ ആണ് എന്ന് പറയുന്നത് റൈബോസോം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ റൈബോസോമിന്റെ ഫംഗ്ഷൻ ചോദിച്ചാൽ പ്രോട്ടീൻ സിന്തസിസ് ആണ്, അല്ലെ? റൈബോസോമിന്റെ ഫംഗ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ പ്രോട്ടീൻ സിന്തസിസ് ആണ്. പ്രത്യേകം ശ്രദ്ധിക്കാൻ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെൽ ഓർഗനിലാണ് റൈബോസോം എന്ന് പറയുന്നത്. അപ്പൊ പ്രോട്ടീൻ സിന്തസിസ് ആണ് റൈബോസോമിന്റെ ഫംഗ്ഷൻ. പിന്നെ എന്തറിയപ്പെടുന്നു? പ്രോട്ടീൻ ഫാക്ടറി ഓഫ് എ സെൽ എന്നും അറിയപ്പെടുന്നു. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു, ആരാണ് റൈബോസോം നിർമ്മാണത്തിന് സഹായിക്കുന്നത്? ന്യൂക്ലിയസിന്റെ ഉള്ളിലുള്ള ന്യൂക്ലിയോലസ് ആണ് എന്തിനു സഹായിക്കുന്നത്? ആരാ സഹായിക്കുന്നത്? ന്യൂക്ലിയോലസ് ആണ് എന്തിനു സഹായിക്കുന്നത്? റൈബോസോം പ്രൊഡക്ഷന് സഹായിക്കുന്നത്. പിന്നെ ബാക്കിയൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. ക്ലോറോപ്ലാസ്റ്റ് വെച്ചാൽ ഹരിത കണാണ്. സസ്യങ്ങളിൽ പ്രകാശ സംശ്ലേഷണത്തിലൊക്കെ സഹായിക്കുന്നതാണ് എന്ന് പറയുന്നത് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെ? ഫോട്ടോസിന്തസിസിന് ഹെൽപ്പ് ചെയ്യുക, പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുക, അതുപോലെ ഗ്രീൻ കളർ കൊടുക്കുക. ഇതൊക്കെയാണ് ആരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ക്ലോറോപ്ലാസ്റ്റിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് കോൾഡ് പ്രോട്ടീൻ ഫാക്ടറി ഓഫ് എ സെൽ എന്ന് ചോദിച്ചാൽ റൈബോസോം ആണ്. റൈബോസോം പ്രോട്ടീൻ സിന്തസിസ് ആണ് അതിന്റെ ഫംഗ്ഷൻ. പിന്നെ ന്യൂക്ലിയോലസ് എന്തിനു സഹായിക്കുന്നു? റൈബോസോമിന്റെ പ്രൊഡക്ഷന് സഹായിക്കുന്നു. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കോൾഡ് ദ
പവർ ഹൗസ് ഓഫ് എ സെൽ ഓൾറെഡി ഞാൻ പറഞ്ഞു അല്ലെ, എന്താണ് മൈറ്റോകോൺട്രിയ അല്ലെ. മൈറ്റോകോൺട്രിയ നമ്മൾ നേരത്തെ പറഞ്ഞാണ്. എന്താണ് മൈറ്റോകോൺട്രിയന്റെ ഫംഗ്ഷൻ? മൈറ്റോകോൺട്രിയന്റെ ഫംഗ്ഷൻ എനർജി പ്രൊഡക്ഷൻ. അതായത് ഇത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് ഇത്, പവർ ഹൗസ് ഓഫ് എ സെൽ. അത് നമ്മൾ RRB NTPC മാത്രമല്ല എല്ലാ മത്സര പരീക്ഷകളിലും ചോദിക്കുന്നതാണ് ഇത്. അപ്പൊ അതുകൊണ്ടാണ് പിന്നെ എടുത്തിട്ടത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് കോൾഡ് ദ പവർ ഹൗസ് ഓഫ് എ സെൽ? മൈറ്റോകോൺട്രിയ ആണ്. പിന്നെ സൈറ്റോപ്ലാസം നമ്മൾ പറഞ്ഞു, ഇനി പറയാം. ഞാൻ ആ സെല്ലിന്റെ സ്ട്രക്ചർ വെച്ചിട്ടുണ്ട്, അത് ഇച്ചിട്ടൊന്ന് ഓടിച്ച് പറയാം നമുക്ക്. പിന്നെന്താണ്? ന്യൂക്ലിയസ് പറഞ്ഞു. പിന്നെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അപ്പൊ അത് നമുക്ക് അങ്ങോട്ട് പറയാനുണ്ട് കേട്ടോ, അതുകൊണ്ട് ഞാൻ ഇപ്പൊ പറയുന്നില്ല. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം നമുക്ക് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ്? വിച്ച് സെൽ ഓർഗനൽ ഡീടോക്സിഫൈസ് ടോക്സിൻ ആൻഡ് ഡ്രഗ്സ്? അപ്പൊ നോക്കിക്കേ, ഏത് കോശാംഗമാണ് ഡീടോക്സിഫൈസ് അല്ലെ ടോക്സിൻ ആൻഡ് ഡ്രഗ്സ്? മരുന്നിനെയും അതുപോലെ പിന്നെ എന്താണ് വിഷത്തെയും ഒക്കെ എന്താക്കുന്നത്, അതിന്റെ വിഷ എഫക്ട് ഇല്ലാണ്ടാക്കും, ഡീടോക്സിഫൈ ചെയ്യുന്നത്. റൈബോസോം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, മൈറ്റോകോൺട്രിയ, ഗോൾജി പോലീസ്. ആരാണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അപ്പൊ വന്നില്ല. അപ്പൊ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലാണ് എന്തിനു സഹായിക്കുന്നത്? അതായത് നമ്മളെ കോശത്തിനകത്ത് കിടക്കുന്ന മരുന്നുകള്, ഡ്രഗ്സ്, പിന്നെ അതുപോലെ തന്നെ വിഷവസ്തുക്കള്, ഇതിന്റെ ഒക്കെ വിഷാംശം അല്ലെങ്കിൽ ഇതൊക്കെ എന്താക്കുന്നത്, നീക്കം ചെയ്യുന്നത് കേട്ടോ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ മെയിൻ ഫംഗ്ഷൻ ആണെന്ന് പറയുന്നത് മെറ്റീരിയൽ കണ്ടക്ഷൻ അല്ലെങ്കിൽ കണ്ടക്ടിങ് പാത്ത് ആണ് കേട്ടോ. കോശത്തിനകത്തെ മെറ്റീരിയൽ കണ്ടക്ഷന് സഹായിക്കുന്നു ആര്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ER എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ, ER. അപ്പൊ മെറ്റീരിയൽ കണ്ടക്ഷന് സഹായിക്കുന്ന ഭാഗമാണ് എന്ന് പറയുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. മെറ്റീരിയൽ കണ്ടക്ഷൻ ഇൻസൈഡ് സെൽ, അതിന് സഹായിക്കുന്ന ഭാഗവും ഏത് തന്നെയാണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ് കേട്ടോ. ബാക്കി നമുക്ക് അങ്ങോട്ട് പറയാം. അപ്പൊ വിച്ച് സെൽ ഓർഗനൽ ഡീടോക്സിഫൈസ് ടോക്സിൻ ആൻഡ് ഡ്രഗ്സ്? ഏതാണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലാണ്. വേറൊരു ഫംഗ്ഷൻ ചോദിച്ചാൽ എന്താണ്? കോശത്തിനകത്തെ സഞ്ചാരപാതയാണ് അല്ലെങ്കിൽ മെറ്റീരിയൽ കണ്ടക്ഷന്, പദാർത്ഥങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്യുന്ന വഴിയാണ് ഏത് പറയുന്നത്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അടുത്തെന്താണ്? വേർ ആർ വേസ്റ്റ് പ്രൊഡക്ട്സ് സ്റ്റോർഡ് വിത്തിൻ എ പ്ലാന്റ് സെൽ? ഗോൾജി ബോഡീസ്, ലൈസോസോം, വാക്യൂൾ, മൈറ്റോകോൺട്രിയ. അപ്പൊ ഇവിടെ എന്താ ചോദിച്ചത്? അതായത് കോശത്തിനകത്ത് പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞ് വേസ്റ്റ് പ്രൊഡക്ട്സ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്? വാക്യൂളിലാണ്. വാക്യൂൾ എന്ന് പറഞ്ഞാൽ എന്താ? ഫാൻ എന്ന് പറയും മലയാളത്തിൽ അല്ലെ. വാക്യൂളിലാണ് എന്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? വാക്യൂളിലാണ് നമ്മള് സസ്യങ്ങളിൽ സാൾട്ട്, വാട്ടർ, വേസ്റ്റ് പ്രൊഡക്ട്സ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, എക്സെട്ര സ്റ്റോർ. ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എവിടെയാണ്? വാക്യൂളിലാണ്. പിന്നെ വാക്യൂളിനെ പറ്റി നമുക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, വാക്യൂളിന്റെ കവറിങ് അറിയപ്പെടുന്ന പേരെന്ത്? കവറിങ് ഓഫ് എ വാക്യൂൾ ഈസ് കോൾഡ് ടോണോപ്ലാസ്റ്റ്. അതും പഠിക്കണേ, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അപ്പൊ എന്താണ്? കവറിങ് ഓഫ് വാക്യൂൾ ഈസ് കോൾഡ് ടോണോപ്ലാസ്റ്റ്. ഓക്കെ. അപ്പൊ വാക്യൂളിന്റെ ഫംഗ്ഷൻ ചോദിച്ചാൽ എന്താണ്? ജലവും ലവണങ്ങളും വേസ്റ്റ് പ്രൊഡക്ട്സ് ഒക്കെ എന്താക്കി വെക്കുക? സ്റ്റോർ ചെയ്ത് വെക്കുക. പിന്നെ അതിന്റെ കവറിങ് അറിയപ്പെടുന്ന പേരാണ് എന്ത്? ടോണോപ്ലാസ്റ്റ്. പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാല് ലാർജ് വാക്യൂൾസ് കാണപ്പെടുന്നത് എവിടെയാണ്? ലാർജ് വാക്യൂൾസ് അത് പ്ലാന്റ് സെല്ലിലാണ് കേട്ടോ. ലാർജ് വാക്യൂൾസ് പ്ലാന്റ് സെല്ലിലാണ്. അപ്പോ എനിമൽ സെല്ല് ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. എനിമൽ സെല്ല് വാക്യൂൾസ് ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. അപ്പൊ അത് പ്രത്യേകത ശ്രദ്ധിച്ചോളാം. നമ്മൾ എനിമൽ സെല്ലും പ്ലാന്റ് സെല്ലും തമ്മിലുള്ള വ്യത്യാസമൊക്കെ പറയുമ്പോൾ ആ കാര്യം ശ്രദ്ധിച്ചോളാം. അപ്പൊ വാക്യൂളിന്റെ ഫംഗ്ഷൻ ചോദിച്ചാൽ എന്താ? വേസ്റ്റ് പ്രൊഡക്ട്സ്, വാട്ടർ, സാൾട്ട് ഇല്ലേ, ജലം, ലവണങ്ങൾ, പിന്നെന്താണ് വേസ്റ്റ് പ്രൊഡക്ട്സ്, ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുക. പിന്നെ അതിന്റെ കവറിങ്ങിന് പറയുന്ന പേരാണ് എന്ത്? ടോണോപ്ലാസ്റ്റ്. പിന്നെ ലാർജ് വാക്യൂൾസ് കാണപ്പെടുന്നത് പ്ലാന്റ് സെല്ലിലാണ്. എനിമൽ സെല്ല് ചെറിയ വാക്യൂൾസ് ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. പിന്നെ അടുത്തത് ഏതാ? ഗോൾജി ബോഡീസ് ആണ്. ഗോൾജി ബോഡീസ് ട്രാഫിക് പോലീസ് ഓഫ് എ സെൽ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ആ പേരൊന്ന് പഠിച്ചത്, ട്രാഫിക് പോലീസ്. ട്രാഫിക് പോലീസ് ഓഫ് എ സെൽ എന്നറിയപ്പെടുന്നതാണ് ഏത്? ഗോൾജി ബോഡീസ് എന്ന് പറയുന്നത്. ഗോൾജി കോംപ്ലക്സ്, ഗോൾജി ബോഡീസ്, ഗോൾജി അപ്പാരറ്റസ് എന്നൊക്കെ പറയും. അപ്പൊ ട്രാഫിക് പോലീസ് ഓഫ് എ സെൽ എന്നറിയപ്പെടുന്നത് ഗോൾജി കോംപ്ലക്സ് ആണ്. അപ്പൊ ഇവിടെ പറഞ്ഞത്രയേ ഉള്ളൂ. വേസ്റ്റ് പ്രൊഡക്ട്സ് സ്റ്റോർ ചെയ്യുന്നത് സെൽ ഓർഗനിലാണ് വാക്യൂൾ. അതിന്റെ കവറിങ്ങിന്റെ പേര് പ്രത്യേകം ശ്രദ്ധിക്കുക, തെറ്റിക്കരുത്. ടോണോപ്ലാസ്റ്റ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. പിന്നെ എന്താണ്? ലാർജ് വാക്യൂൾസ് പ്ലാന്റ് സെല്ലിൽ കാണപ്പെടുന്നു, ചെറിയ വാക്യൂൾസ് എനിമൽ സെല്ല് ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. പിന്നെ ഗോൾജി ബോഡീസ് എന്താ അറിയപ്പെടുന്നു? ട്രാഫിക് പോലീസ് ഓഫ് എ സെൽ എന്ന് അറിയപ്പെടുന്നു. നെക്സ്റ്റ്, ദ ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് ബിറ്റ്വീൻ ദ ന്യൂക്ലിയസ് ആൻഡ് സെൽ മെംബ്രെയിൻ ഈസ് കോൾഡ് ഡാഷ്. ഓട്ടിക്, സൈറ്റോപ്ലാസം, അമ്നിയോട്ടിക്, പ്ലൂറൽ.
എന്താ അറിയപ്പെടുന്നത്, അതായത് ഒരു കോശം അല്ലെ, കോശത്തിനകത്ത് എന്താ അവർ പറഞ്ഞത്, ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് ബിറ്റ്വീൻ ദ ന്യൂക്ലിയസ് അല്ലെ, ന്യൂക്ലിയസ് ആൻഡ് സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിന്റെയും, മെംബ്രെയിൻ ആണെങ്കിൽ സെൽ മെംബ്രെയിന്റെയും ന്യൂക്ലിയസിന്റെ ഇടയിലുള്ള ഈ പോർഷന് പറയുന്ന പേരെന്ത്, എന്താണ്, സൈറ്റോപ്ലാസം എന്നാണ് അല്ലെ. അപ്പൊ ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് ബിറ്റ്വീൻ ന്യൂക്ലിയസ് ആൻഡ് സെൽ മെംബ്രെയിൻ ഈസ് സൈറ്റോപ്ലാസം. ബാക്കിയൊന്നും നോക്കേണ്ടതില്ല ഇവിടെ നമുക്ക് തൽക്കാലം, കാരണം നമുക്ക് ഓരോന്നിലും വരുന്ന കാര്യം, ഇത് ചെവിയുമായി ബന്ധപ്പെട്ടതാണ്, ഇത് റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടതാണ്, ഇത് എന്താണ്, ലങ്സുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പൊ സൈറ്റോപ്ലാസം ആണ് ഇവിടെ വരുന്നത്. നെക്സ്റ്റ്, കളർലെസ് പ്ലാസ്റ്റിഡ്സ് ആർ കോൾഡ്, എന്താണ്, ല്യൂക്കോപ്ലാസ്റ്റ്. പ്ലാസ്റ്റിഡ്സ് എന്ന് പറഞ്ഞാല് ഇത് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ടത് ഇത് ജൈവ കണം എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയാം കേട്ടോ, ജൈവ കണം പ്ലാസ്റ്റിക് എന്ന് വെച്ചാൽ. അപ്പൊ ഇത് എവിടെ മാത്രമല്ലോ, ഓൺലി ഇൻ പ്ലാന്റ് സെൽ. പ്ലാന്റ് സെല്ലിൽ മാത്രം കാണപ്പെടുന്ന ഒരു സെൽ ഓർഗനലാണ് ഏതെന്ന് പറയുന്നത്, പ്ലാസ്റ്റിഡ് എന്ന് പറയുന്നത്. അപ്പം പ്രധാനമായിട്ടും 3 ടൈപ്പാണ് ഉള്ളത്, 3 ടൈപ്സ്. അതിന്റെ പേരാണ് എന്തൊക്കെ, ഇതാ ഈ 3 കേട്ടോ. ഏതൊക്കെയാണ്, 1 ല്യൂക്കോപ്ലാസ്റ്റ്, 2 ക്ലോറോപ്ലാസ്റ്റ്, 3 ക്രോമോപ്ലാസ്റ്റ്. ഓക്കെ, ഇപ്പൊ 3 ടൈപ്പ് പ്ലാസ്റ്റിഡ് ആണുള്ളത്, ല്യൂക്കോപ്ലാസ്റ്റ്, ക്ലോറോപ്ലാസ്റ്റ്, എന്താണ്, ക്രോമോപ്ലാസ്റ്റ് മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ അതില് ല്യൂക്കോപ്ലാസ്റ്റ് എന്ന് വെച്ചാൽ അതിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാല് സ്റ്റോറേജ് ഓഫ് ഫുഡ് ആണ്. എന്താണ് ഫംഗ്ഷൻ, സ്റ്റോറേജ് ഓഫ് ഫുഡ്. അതായത് ഫോട്ടോസിന്തസിസ് അല്ലെ, പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായിട്ട് എന്താണ് ഈ ഗ്ലൂക്കോസ് ഒക്കെ ഉണ്ടാക്കും. അപ്പൊ അതിനൊക്കെ സ്റ്റോർ ചെയ്യണ്ടേ, അപ്പൊ സ്റ്റോർ ചെയ്യുന്ന കണാണ് എന്ന് പറയുന്നത് ല്യൂക്കോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഈ ക്ലോറോപ്ലാസ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, എന്താണ്, ഫോട്ടോസിന്തസിസിനെ സഹായിക്കുക, പിന്നെ അതുപോലെ തന്നെ ഗ്രീൻ കളർ സസ്യങ്ങൾക്ക് കൊടുക്കുക. ഇതൊക്കെയാണ് ആരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ക്ലോറോപ്ലാസ്റ്റിന്റെ ഫംഗ്ഷൻ. ഇനി മൂന്നാമത്തെ ആളാണ് ആരെന്ന് പറയുന്നത്, ക്രോമോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. വേരിയസ് കളേഴ്സ് അല്ലെ, പല കളറുകളും ആർക്ക് കൊടുക്കുക, പ്ലാന്റ് പാർട്സിന് കൊടുക്കുക. പ്ലാന്റ് പാർട്സ് അല്ലെ, സസ്യഭാഗങ്ങൾക്ക് പല കളറുകൾക്ക് കൊടുക്കുക. അതായത് പൂവിനും മഞ്ഞ കളർ, ചുവപ്പ് കളറൊക്കെ കൊടുക്കുക, പഴങ്ങൾക്ക് കളർ കൊടുക്കുക, ഇങ്ങനെ പല വർണ്ണങ്ങളും കൊടുക്കുന്നതാണ് എന്ന് പറയുന്നത് ക്രോമോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ക്രോമോപ്ലാസ്റ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് 3 പിഗ്മെന്റ്സ് ഒന്ന് പഠിച്ചു വെക്കണം. 3 പിഗ്മെന്റ്സ്. ഇതിന്റെ 3 പിഗ്മെന്റ്സ് ആണ് ഏതൊക്കെ, അതായത് കളർ കൊടുക്കുന്ന വർണ്ണ വസ്തുക്കൾ ഏതൊക്കെയാണ് ഒന്ന് പഠിച്ചു വെക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ സാന്തോഫിൽ നിങ്ങൾക്ക് അറിയായിരിക്കും ചിലപ്പോ, സാന്തോഫിൽ എന്ന് പറഞ്ഞാൽ ഏത് കളറാ കൊടുക്കുക, യെല്ലോ കളറാണ് കൊടുക്കുക. അപ്പൊ ചോദിക്കാറുണ്ട് യെല്ലോ പിഗ്മെന്റ് ഏത്, അല്ലെങ്കിൽ ഫ്ലവർ ഈസ് ഓഫ് യെല്ലോ കളർ, വിച്ച് പിഗ്മെന്റ് പ്രൊവൈഡ്സ് യെല്ലോ കളർ. അപ്പൊ എന്താണ്, സാന്തോഫിലാണ്. അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ സാന്തോഫിൽ. പിന്നെ അടുത്തതാണ് ഏതെന്ന് പറയുന്നത്, കരോട്ടിൻ. കരോട്ടിൻ. അപ്പൊ അത് കൊടുക്കുന്നത് ഓറഞ്ച് കളറാണ്. അതായത് കരോട്ടിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് ആണ് പ്രസന്റ് എങ്കിൽ അത് ഓറഞ്ച് കളറാണ് കൊടുക്കുക. പിന്നെ അടുത്തത് ആന്തോസയാനിൻ. അടുത്തത് ഏതാണ്, ആന്തോസയാനിൻ. അത് കൊടുക്കുന്നത് റെഡ് അല്ലെങ്കിൽ പർപ്പിൾ കളറാണ് കേട്ടോ. റെഡ് അല്ലെങ്കിൽ പർപ്പിൾ കളറാണ് ഏത് കൊടുക്കുന്നത്, ആന്തോസയാനിൻ കൊടുക്കുന്നത്. ഓക്കെ, അത് പഠിക്കേണ്ടത് എക്സാമിന് ചോദിക്കുന്നതാണ്. സാന്തോഫിൽ യെല്ലോ കളർ, അതായത് ക്രോമോപ്ലാസ്റ്റിൽ അടങ്ങിയിരിക്കുന്ന പിഗ്മെന്റ്സ് വർണ്ണകണങ്ങളാണ് ഏത്, ക്രോമോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. എന്താ അതിന്റെ ഫംഗ്ഷൻ, സസ്യഭാഗങ്ങൾക്ക് പല കളറുകളും കൊടുക്കുക. അപ്പൊ സാന്തോഫിൽ മഞ്ഞ കളർ കൊടുക്കുന്നു, കാരോട്ടിൻ ഓറഞ്ച് കളർ കൊടുക്കുന്നു, ആന്തോസയാനിൻ റെഡ് അല്ലെങ്കിൽ പർപ്പിൾ കളർ കൊടുക്കുന്നു കേട്ടോ. അപ്പൊ ക്ലോറോപ്ലാസ്റ്റ് നമ്മൾ പറഞ്ഞു എന്താണ്, ഗ്രീൻ കളർ കൊടുക്കുന്നു, ഫോട്ടോസിന്തസിന് ഹെൽപ്പ് ചെയ്യുന്നു. ഇനി ഇവിടെ ഒരാൾ ബാക്കിയുണ്ട്, ല്യൂക്കോപ്ലാസ്റ്റ്. അതും കൂടെ ഒന്ന് പഠിച്ചു വെക്കുക. ല്യൂക്കോപ്ലാസ്റ്റ് എന്ന് വെച്ചാൽ സ്റ്റോറേജ് ഓഫ് ഫുഡ് ആണെന്ന് പറഞ്ഞു. അത് 3 ടൈപ്പ് ഉണ്ട്. ഈ ല്യൂക്കോപ്ലാസ്റ്റ് 3 ടൈപ്പ് ഉണ്ട് കേട്ടോ. 3 ടൈപ്പ് ഉണ്ട് ല്യൂക്കോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. അത് 1 അമൈലോപ്ലാസ്റ്റ്, രണ്ടാമത്തത് എല്യൂറോപ്ലാസ്റ്റ്, മൂന്നാമത്തത് ഏലയോപ്ലാസ്റ്റ്. ഇതൊക്കെ NCERT 11ാം ക്ലാസ്സിലൊക്കെ ഉള്ളതാണ്. അപ്പൊ എന്തായാലും നമുക്ക് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. ചോദിച്ചതാണ്, ക്വസ്റ്റ്യൻ ഉണ്ടാവും, ചിലപ്പോൾ ഇതിൽ തന്നെ ഉണ്ടാവും, ഞാൻ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടാവും. അപ്പൊ അമൈലോപ്ലാസ്റ്റ് എന്ന് വെച്ചാല് എന്താണ്, സ്റ്റോറേജ് ഓഫ് സ്റ്റാർച്ച് ആണ് കേട്ടോ. നമ്മളെ അന്നജം ഇല്ലേ, അന്നജം സ്റ്റോർ ചെയ്യാൻ സഹായിക്കുന്നു. എല്യൂറോപ്ലാസ്റ്റ് വെച്ചാല് പ്രോട്ടീൻ സ്റ്റോർ ചെയ്യാൻ സഹായിക്കുന്നു, സസ്യങ്ങളിൽ പ്രോട്ടീൻ സ്റ്റോർ ചെയ്യാൻ സഹായിക്കുന്നു. എലയോപ്ലാസ്റ്റ് വെച്ചാല് ഫാറ്റ് അല്ലെങ്കിൽ ഫാറ്റിനായിരിക്കില്ല കൊടുക്കുക, അതേ ലിപ്പിഡിനൊക്കെ ആയിരിക്കും കൊടുക്കുക. ഫാറ്റ് അല്ലെങ്കിൽ ലിപ്പിഡ് സ്റ്റോർ ചെയ്യാൻ സഹായിക്കുന്നു. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്താണ്, ല്യൂക്കോപ്ലാസ്റ്റ് 3 തരാണുള്ളത്. ഏതൊക്കെയാണ്, അമൈലോപ്ലാസ്റ്റ്, എല്യൂറോപ്ലാസ്റ്റ്, എലയോപ്ലാസ്റ്റ്. അമൈലോപ്ലാസ്റ്റ് എന്തിനെ സഹായിക്കുന്നു, സ്റ്റാർച്ചിന്റെ സ്റ്റോറേജിനെ സഹായിക്കുന്നു. എല്യൂറോപ്ലാസ്റ്റ് പ്രോട്ടീന്റെ സ്റ്റോറേജിനെ സഹായിക്കുന്നു. എലയോപ്ലാസ്റ്റ് ഫാറ്റ് അല്ലെങ്കിൽ ലിപ്പിഡിന്റെ സ്റ്റോറേജിന് സഹായിക്കുന്നു.
ഓക്കെ അല്ലേ? അപ്പൊ കളർലെസ് പ്ലാസ്റ്റിഡ് എന്ന് വെച്ചാൽ ജൈവ കണാണ്. കളർലെസ് പ്ലാസ്റ്റിഡ്സ് എന്താ അറിയപ്പെടുന്നു? ല്യൂക്കോപ്ലാസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. പ്രത്യേകം ല്യൂക്കോപ്ലാസ്റ്റിന് എന്തില്ല? കളറില്ല. ക്ലോറോപ്ലാസ്റ്റ് ആണെങ്കിൽ പച്ച കളറ്, പിന്നെ ക്രോമോപ്ലാസ്റ്റ് ആണെങ്കിൽ പല കളറുകളും. അപ്പൊ ഇവിടെ ല്യൂക്കോപ്ലാസ്റ്റിന് എന്തില്ല? കളറില്ല. അപ്പൊ 3 ടൈപ്പ് പിന്നെ പ്ലാസ്റ്റിഡ് ആണുള്ളത്: ല്യൂക്കോപ്ലാസ്റ്റ്, ക്ലോറോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ്. അതിൽ ല്യൂക്കോപ്ലാസ്റ്റ് എന്ന് വെച്ചാൽ സ്റ്റോറേജ് ഓഫ് ഫുഡിന് സഹായിക്കുന്നതാണ്. പ്രകാശ സംശ്ലേഷണത്തിന് ശേഷം ഭക്ഷണം സ്റ്റോർ ചെയ്ത് വെക്കാൻ. 3 ടൈപ്പാണുള്ളത്: അമൈലോപ്ലാസ്റ്റ് സ്റ്റാർച്ചിന്റെ സ്റ്റോറേജിന് സഹായിക്കുന്നു, എലൂറോപ്ലാസ്റ്റ് പ്രോട്ടീന്റെ സ്റ്റോറേജിന് സഹായിക്കുന്നു, എലയോപ്ലാസ്റ്റ് ഫാറ്റ് അല്ലെങ്കിൽ ലിപ്പിഡിന്റെ സ്റ്റോറേജിന് സഹായിക്കുന്നു. പിന്നെ ഇതും കൂടെ ശ്രദ്ധിക്കുക, ക്രോമോപ്ലാസ്റ്റിലെ പിഗ്മെന്റ്സ് ശ്രദ്ധിക്കണം. കാരണം ക്രോമോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് സസ്യഭാഗങ്ങൾക്ക് കളർ കൊടുക്കുന്ന കണമാണ്. അപ്പൊ അതിന് പിഗ്മെന്റ്സ് സാന്തോഫിൽ മഞ്ഞ കളർ കൊടുക്കുന്നു, കാരോട്ടിൻ ഓറഞ്ച് കളർ കൊടുക്കുന്നു, ആന്തോസയാനിൻ റെഡ് അല്ലെങ്കിൽ പർപ്പിൾ കളർ കൊടുക്കുന്നു. ഇതൊക്കെ നമുക്ക് എക്സാമിന് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. അതുകൊണ്ടാണ് കംപ്ലീറ്റ് പറഞ്ഞത്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൽ ഓർഗാനൽസ് ആർ പ്രസന്റ് ഓൺലി ഇൻ പ്ലാന്റ്സ്? സസ്യങ്ങളിൽ മാത്രം കാണപ്പെടുന്ന സെൽ ഓർഗാനൽസ് ഏത്? വാക്യൂള്, പ്ലാസ്റ്റിഡ്സ്, മൈറ്റോകോൺട്രിയ, ലൈസോസോംസ്. അതിൽ ആരാണ് സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്നത്? പ്ലാസ്റ്റിഡ്സ് ആണ് അല്ലെ? ഇപ്പൊ നമ്മൾ പറഞ്ഞുള്ളൂ. കാരണം ജൈവ കണാണ്. നമുക്ക് നമ്മളെ കോശം എടുത്ത് നോക്കിയാൽ അതിൽ എന്തുണ്ടാവില്ല? പ്ലാസ്റ്റിഡ് ഒന്നും ഉണ്ടാവില്ല. കാരണം നമുക്ക് ഗ്രീൻ കളർ കൊടുക്കുന്നതോ അല്ലെങ്കിൽ എന്താ പറയുക പല കളർ കൊടുക്കുന്നതോ അല്ല ആഹാര സമ്പന്നത്തുള്ളതോ ആയിട്ടുള്ള ഒരു പ്രശ്നവും അല്ല ഒരു പ്രത്യേകതയും ഇല്ല. അതുകൊണ്ട് എന്തില്ല? നമ്മുടെ ശരീരത്തിൽ പ്ലാസ്റ്റിഡ് ഇല്ല. പ്ലാസ്റ്റിഡ് ആർക്ക് മാത്രമേ ഉള്ളൂ? സസ്യ ശരീരത്തിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. അപ്പൊ പ്ലാസ്റ്റിഡ് ആണ് എവിടെ മാത്രം കാണപ്പെടുന്നത്? സസ്യ ശരീരത്തിൽ മാത്രം കാണപ്പെടുന്നത്, അല്ലെങ്കിൽ സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്നത്. അടുത്തത്, ഇൻ വിച്ച് ഡിഫറെന്റ് പാർട്സ് ഡു ദ പ്ലാന്റ് സ്റ്റോർ ദർ വേസ്റ്റ് പ്രൊഡക്ട്സ്? സസ്യങ്ങൾ അവരുടെ വേസ്റ്റ് പ്രൊഡക്ട്സ് സ്റ്റോർ ചെയ്യുന്നത് എവിടെയൊക്കെയാണെന്നാണ് ചോദിച്ചത്. നോക്കാം നമുക്ക്. ലൈസോസോം, ഫ്രൂട്ട്സ് ആൻഡ് ല്യൂക്കോപ്ലാസ്റ്റ്. ലൈസോസോം ആർക്കില്ല? സസ്യങ്ങളിൽ ഇല്ല. ലീവ്സ്, ലൈസോസോം ആൻഡ് ല്യൂക്കോപ്ലാസ്റ്റ് ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. അപ്പൊ ഇത് രണ്ടും അല്ല ഓപ്ഷൻ. പിന്നെ വാക്യൂള്, ബാർക്ക് ആൻഡ് ലൈസോസോം ഉള്ളതുകൊണ്ട് അതുമല്ല. ഇവിടെ നോക്കിക്കോളൂ, ഏതൊക്കെയാണ്? ലീവ്സ്, വാക്യൂൾസ് ആൻഡ് ഓൾഡ് സൈലം. ഇതാണ് കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. ഇതാണ് ആൻസർ വരുന്നത്. ലീവ്സ്, വാക്യൂൾസ് ആൻഡ് ഓൾഡ് സൈലം. അതായത് സസ്യങ്ങളിലുള്ള വേസ്റ്റ് പ്രൊഡക്ട്സ് ഒക്കെ എവിടെയാണ് സ്റ്റോർ ചെയ്തത്? വാക്യൂളിന്റെ കാര്യം നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു. കോശത്തിനകത്ത് വാക്യൂളിലാണ് ജലവും ലവണങ്ങളും വേസ്റ്റ് പ്രൊഡക്ട്സ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതല്ലാതെ സസ്യത്തിന്റെ വേറെ ഏത് ഭാഗങ്ങളിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്? ഇലകളിൽ, ഓൾഡ് ലീവ്സിലും, അതുപോലെ ഓൾഡ് സൈലം. സൈലം എന്ന് വെച്ചാൽ എന്താണ്? ജലവും ലവണങ്ങളൊക്കെ പിന്നെ കൊണ്ടുപോകുന്ന കുഴലാണ്. സസ്യത്തിൽ കാണപ്പെടുന്ന കുഴലാണ് എന്ന് പറയുന്നത് ഓൾഡ് സൈലം എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഓൾഡ് സൈലത്തില്, വാക്യൂൾസില്, ലീവ്സില് ഇവിടെയൊക്കെയാണ് എന്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? വേസ്റ്റ് പ്രൊഡക്ട്സ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഈ പ്ലാന്റ് സെൽ വോൾ ഈസ് കമ്പോസ്ഡ് ഓഫ്. പ്രത്യേകം ശ്രദ്ധിക്കുക, സെൽ വോൾ ആർക്ക് മാത്രമേ ഉള്ളൂ? പ്ലാന്റ് സെല്ലിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. പ്ലാന്റ് സെൽ ഓൺലി. ഇപ്പൊ പ്ലാന്റ് സെല്ലിൽ മാത്രം കാണപ്പെടുന്ന പ്രത്യേകതയാണ് എന്ന് പറയുന്നത് പ്ലാന്റ് സെൽ വോൾ എന്ന് പറയുന്നത് കേട്ടോ. സെൽ വോൾ ആർക്ക് മാത്രമേ ഉള്ളൂ? പ്ലാന്റ് സെല്ലിൽ മാത്രമേ ഉള്ളൂ. എനിമൽ സെല്ലിൽ എന്തില്ല? സെൽ വോൾ ഇല്ല. ഇതൊക്കെ നമ്മുടെ ഡിഫറൻസ് ആണ്. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഇട്ട് കഴിഞ്ഞാൽ തെറ്റിപ്പോവരുത്. അപ്പൊ സെൽ വോൾ ആർക്ക് മാത്രമേ ഉള്ളൂ? പ്ലാന്റ് സെല്ലിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. ഇനി എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? സൈറ്റോസോൾ, സൈറ്റോപ്ലാസം, സെല്ലുലോസ്, ഗ്ലൂക്കോസ്. ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സാധാരണ മത്സര പരീക്ഷകളിൽ വരുന്നതാണ്. സെല്ലുലോസ് കൊണ്ടാണ് എന്ത് നിർമ്മിച്ചിരിക്കുന്നത്? പ്ലാന്റിന്റെ സെൽ വോൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇനിയിപ്പോ എന്തെങ്കിലും കാരണവശാൽ സെല്ലുലോസ് മാത്രമല്ലാത്ത ഓപ്ഷൻ ഇടുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏതൊക്കെ മെറ്റീരിയൽ കൂടാതെ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് സെല്ലുലോസിനെ കൂടാതെ ഹെമി സെല്ലുലോസ്, പിന്നെ ഒരു സബ്സ്റ്റൻസ് ആണ് പെക്റ്റിൻ കേട്ടോ. അപ്പൊ ഇതിന്റെ പേരും കൂടെ ഒന്ന് പഠിച്ചു വെക്കാം, പെക്റ്റിൻ. അപ്പൊ ഈ 3 പദാർത്ഥങ്ങൾ കൊണ്ടാണ് മെയിൻ ആയിട്ടും സെൽ വോൾ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന പ്രത്യേകതയാണ് സെൽ വോൾ അല്ലെങ്കിൽ കോശഭിത്തി. ഈ സെൽ വോൾ നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസ്, ഹെമി സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ, ഈ 3 പദാർത്ഥങ്ങൾ ചേർന്നിട്ടാണ്. ഇനി അടുത്തത്, എന്താണ് സെൽ വോളിന്റെ ഫംഗ്ഷൻ? അതായത് മെക്കാനിക്കൽ ഡാമേജസ് നിന്നും സെല്ലിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് സെൽ. അതായത് ഇടി, തൊഴി, ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ സെല്ലിന് കിട്ടുമ്പോൾ അതിന് ആരെ പ്രൊട്ടക്ട് ചെയ്യുക? ഈ സെല്ലിനെ പ്രൊട്ടക്ട് ചെയ്യുക. അതാണ് ആരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? സെൽ വോളിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ഒന്ന് ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കും. ഇത് ഓർമ്മിച്ച് വെക്കണം. ഇത് എക്സാമിന് സാധാരണ നമുക്ക് വരുന്നതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് കോൾഡ് യെല്ലോ പിഗ്മെന്റ്? അപ്പൊ ഇതിന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. യെല്ലോ പിഗ്മെന്റ് എന്നൊക്കെ പറയുന്നത് ആരായിരിക്കും ഇവിടെ? കരോട്ടിൻ, ക്ലോറോഫിൽ, സാന്തോഫിൽ, ക്രിയാറ്റിനിൻ. ഏതാണ്? സാന്തോഫിൽ ആണ്. നമ്മൾ പറഞ്ഞു അല്ലെ, സാന്തോഫിൽ ഏത് കളർ കൊടുക്കുന്നു? മഞ്ഞ കളർ കൊടുക്കുന്നു. കരോട്ടിൻ ആണെങ്കിൽ ഓറഞ്ച് കളർ കൊടുക്കുന്നു. ക്ലോറോഫിൽ എന്ത് കൊടുക്കുന്നു? പച്ച കളർ കൊടുക്കുന്നു. അപ്പൊ ഇവിടെ യെല്ലോ പിഗ്മെന്റ് എന്നറിയപ്പെടുന്നത് സാന്തോഫിലാണ്.
നെക്സ്റ്റ്, വിച്ച് ഈസ് ദ ലാർജസ്റ്റ് സെൽ ഓർഗനൽ ഇൻ സെൽ? കോശത്തിനകത്തുള്ള ഏറ്റവും വലിയ സെൽ ഓർഗനൽ ഏത്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, മൈറ്റോകോൺട്രിയ, ന്യൂക്ലിയോലസ്, ന്യൂക്ലിയസ്. ആരാണ്? ന്യൂക്ലിയസ് ആണ് കേട്ടോ. ഇവിടെ ന്യൂക്ലിയസ് ഉള്ള സ്ഥിതിക്ക് ഏതാണ്? ന്യൂക്ലിയസ് ആണ് ഏറ്റവും വലിയ സെൽ ഓർഗനൽ എന്ന് പറയുന്നത്. അപ്പോൾ വിച്ച് ഈസ് ദ ലാർജസ്റ്റ് സെൽ ഓർഗനൽ ഇൻ സെൽ എന്ന് വെച്ചാൽ അത് കോശത്തിനകത്തുള്ള ഏറ്റവും വലിയ കോശാംഗം ഏതെന്നാണ് ചോദിച്ചത്. ഏതാണ്? ന്യൂക്ലിയസ് ആണ്. അപ്പൊ ഇത് നമുക്കൊന്ന് ഓടിച്ചങ്ങോട്ട് പറയാം. അപ്പൊ പ്ലാന്റ് സെല്ലിന്റെ സ്ട്രക്ചർ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാല് സെൽ ഈസ് കവേർഡ് ബൈ എ മെംബ്രെയിൻ അല്ലെ. സെല്ല് എന്തുകൊണ്ട് ഒരു മെംബ്രെയിൻ കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ട് അല്ലെ. അതിന് പറയുന്ന പേരാണ് എന്ത്? സെൽ മെംബ്രെയിൻ, അല്ലെങ്കിൽ എന്ത് പറയാം? പ്ലാസ്മ മെംബ്രെയിൻ കേട്ടോ. സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ. ആ രണ്ട് പേരുകൾ ഓർമ്മയെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്ലാസ്മ മെംബ്രെയിൻ ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ സെൽ ഈസ് കവേർഡ് ബൈ എ മെംബ്രെയിൻ ഇസ് കവറിംഗ് കോൾഡ് സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, സെൽ മെംബ്രെയിൻ അകത്തുള്ള കംപ്ലീറ്റ് മെറ്റീരിയൽ അറിയപ്പെടുന്ന പേരാണ് പ്രോട്ടോപ്ലാസം. സെൽ മെംബ്രെയിന്റെ, അതായത് ഈ സെൽ മെംബ്രെയിൻ ഇതാണെങ്കിൽ ഇതിനകത്തുള്ള മൊത്തം പദാർത്ഥത്തിന് പറയുന്ന പേരാണ് എന്ത്? പ്രോട്ടോപ്ലാസം. ഇത് ശ്രദ്ധിക്കേണ്ടത്, ഈ പ്രോട്ടോപ്ലാസത്തിൽ ന്യൂക്ലിയസ് ഒഴികെയുള്ള ബാക്കി ഭാഗത്തിന് പറയുന്ന പേരാണ് എന്ത്? സൈറ്റോപ്ലാസം. ഓക്കെ, പ്രോട്ടോപ്ലാസായി സൈറ്റോപ്ലാസായി. കോശത്തിനകത്ത്, അതായത് കോശത്തിനെ പൊതിയിരിക്കുന്ന ആവരണമാണ് സെൽ മെംബ്രെയിൻ. അതിനകത്തുള്ള കംപ്ലീറ്റ് മെറ്റീരിയൽ അറിയപ്പെടുന്നത് പ്രോട്ടോപ്ലാസം. ഇനി പ്രോട്ടോപ്ലാസത്തിൽ ന്യൂക്ലിയസ് ഒഴികെയുള്ള ബാക്കി ഭാഗത്തിന് പറയുന്ന പേരാണിത് സൈറ്റോപ്ലാസം. ഇവിടെ ഈ കോശത്തിന് സൈറ്റോപ്ലാസത്തില് ഫങ്ഷൻസ്, ഈ കോശത്തിന്റെ ഫങ്ഷൻസ് ചെയ്യുന്ന മറ്റു ഭാഗങ്ങൾക്ക് പറയുന്ന പേരാണ് എന്ത്? സെൽ ഓർഗനൽസ്. എന്താണ് പറയാ? സെൽ ഓർഗനൽസ് അല്ലെങ്കിൽ കോശാംഗങ്ങൾ എന്ന് പറയും കേട്ടോ. കോശത്തിനകത്ത് അതിന്റെ ഫങ്ഷൻസ് ചെയ്യുന്ന വിവിധ ഭാഗങ്ങൾക്ക് പറയുന്ന പേരാണിത് സെൽ ഓർഗനൽസ്. അപ്പൊ എന്തായി? ഇപ്പൊ നമുക്ക് മെംബ്രെയിൻ ആയി, പിന്നെന്താണ്? മെംബ്രെയിൻ ആയി, അതിനുശേഷം എന്തായി? കംപ്ലീറ്റ് മെറ്റീരിയലിന് പറയുന്നത് പ്രോട്ടോപ്ലാസം, ന്യൂക്ലിയസ് ഒഴികെ ബാക്കി ഭാഗത്തിന് പറയുന്നത് സൈറ്റോപ്ലാസം, സൈറ്റോപ്ലാസത്തിൽ ഫങ്ഷൻസ് ചെയ്യുന്ന ചെറിയ ഭാഗങ്ങൾക്ക് പറയുന്ന പേര് സെൽ ഓർഗനൽസ്. ഓക്കെ, ഇനി എന്താണ്? ന്യൂക്ലിയസ് ആണ് ലാർജസ്റ്റ് പോർഷൻ ഒക്കെ നമ്മൾ പറഞ്ഞു. അതിന്റെ സെന്ററിനാണ് എന്ത് വിളിക്കുന്നത്? ന്യൂക്ലിയോലസ് എന്ന് പറയാം. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, ഞാൻ പറയുന്നില്ല. ഓക്കെ, ഇവിടെ എന്ത് കാണാം? റൈബോസോം കാണാം. എന്താണ്? പ്രോട്ടീൻ സിന്തസിസിനെ സഹായിക്കുന്നതാണ് പ്രോട്ടീൻ ഫാക്ടറി എന്ന് അറിയപ്പെടുന്നു. ക്ലോറോപ്ലാസ്റ്റ് ഓൾറെഡി പറഞ്ഞു. എന്താണ്? പ്ലാന്റ് സെല്ലിൽ മാത്രം കാണപ്പെടുന്നതാണ് ക്ലോറോപ്ലാസ്റ്റ് അല്ലെങ്കിൽ പ്ലാസ്റ്റിഡ് എന്ന് പറയുന്നത്. എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നു? ഫോട്ടോസിന്തസിസിനെ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ ഗ്രീൻ കളർ പ്രൊവൈഡ് ചെയ്യുന്നു. നേരത്തെ പറഞ്ഞു അമൈലോപ്ലാസ്റ്റ്, ഞാൻ പറഞ്ഞതാണ്. സ്റ്റാർച്ചിന്റെ സ്റ്റോറേജിന് സഹായിക്കുന്ന പ്ലാസ്റ്റിഡ് ആണ് ഏത്? അമൈലോപ്ലാസ്റ്റ്. പിന്നെ ഇവിടെ ഒന്ന് കാണാം, പെറോക്സിസോം എന്ന് കാണാൻ പറ്റും. ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ മെറ്റാബോളിസം ഒക്കെ സസ്യങ്ങളിൽ നടത്തുന്നത് എന്താണ്? പെറോക്സിസോം ആണ് കേട്ടോ. അപ്പം ഹൈഡ്രജൻ പെറോക്സൈഡ് H2O2, അപ്പൊ അതിന്റെ എന്താണ്? മെറ്റാബോളിസം അല്ലെങ്കിൽ അതിന്റെ വിഘടനം, അതിനൊക്കെ സഹായിക്കുന്നതാണ് എന്ന് പറയുന്നത് പെറോക്സിസോം എന്ന് പറയുന്നത്. പിന്നെ ഫോട്ടോ റെസ്പിറേഷൻ, പിന്നെ ഫാറ്റി ആസിഡിന്റെ ഓക്സിഡേഷൻ, ഇതിനൊക്കെ ആര് സഹായിക്കുന്നുണ്ട്? അപ്പൊ അതും കൂടി ഇവിടെ എഴുതി വെക്കാം. ഫാറ്റി ആസിഡിന്റെ ഓക്സിഡേഷൻ, ഇതിനും ആര് സഹായിക്കുന്നുണ്ട്? പെറോക്സിസോം സഹായിക്കുന്നുണ്ട്. നമ്മൾ പറയാത്തതാണ്, അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചു വെച്ചാൽ മതി. എന്താണ്? ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ എന്താണ്? മെറ്റാബോളിസം അല്ലെങ്കിൽ വിഘടനം. പിന്നെന്താണ്? ഫാറ്റി ആസിഡിന്റെ ഓക്സിഡൈസേഷൻ, ഇതിനൊക്കെ ആര് സഹായിക്കുന്നുണ്ട്? പെറോക്സിസോം സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത എന്താണ്? ഇനി നമ്മൾ പറയാത്ത ഒരാൾ, പറയാത്ത വെച്ചാൽ ജസ്റ്റ് പേര് മാത്രം പറഞ്ഞാണ് ഗോൾജി കോംപ്ലക്സ് എന്ന് പറയുന്നത് അല്ലെ. ഗോൾജി കോംപ്ലക്സ്, അതായത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് കോശത്തിനകത്തെ ട്രാഫിക് പോലീസ് അല്ലെ. ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഗോൾജി അപ്പാരറ്റസ് ആണ്. അപ്പൊ ഇതിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ഇത് മെയിൻ ആയിട്ട് കാണപ്പെടുന്നത് ഗ്ലാൻഡുലാർ സെൽസിലാണ്. ഗ്ലാൻഡ് സെൽസ്, തൽക്കാലം ഗ്ലാൻഡുലാർ എന്ന് വേണ്ട, ഗ്ലാൻഡ് സെൽസ് എന്ന് എഴുതാം കേട്ടോ. അതായത് നമ്മുടെ ഏതൊക്കെയാണ്? ലിവർ എക്സാമ്പിൾ ആണേ. എക്സാമ്പിൾ ഏതൊക്കെയാ? ലിവർ, തൈറോയിഡ്, ഇതൊക്കെ എന്താണ്? ഗ്ലാൻഡ്സ് അല്ലേ. അപ്പൊ ഇതേപോലെയുള്ള സ്ഥലങ്ങളിലെ അല്ലെങ്കിൽ ഇവിടെയൊക്കെയുള്ള കോശങ്ങളിലാണ് കൂടുതലായിട്ട് എന്ത് കാണപ്പെടുന്നത്? ഗോൾജി അപ്പാരറ്റസ് കാണപ്പെടുന്നത്. അതിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാല് പാക്കേജിങ് അല്ലെ. പാക്കേജിങ് ഓഫ് ഹോർമോൺസ്
enzymes etc. into സ്മോൾ വെസിക്കിൾസ് എന്ന് പറഞ്ഞാൽ സ്ഥരസഞ്ചി എന്നാണ് അർത്ഥം. അതായത് ഒന്നുമില്ല, ഇതൊക്കെ നമ്മൾ മെയിൻ ആയിട്ട് എവിടെ കാണപ്പെടുന്നു എന്ന് പറഞ്ഞു. ഇതിനെല്ലാം നമ്മൾ മെയിൻ ആയിട്ട് കാണപ്പെടുന്നത് ഗ്ലാൻഡുകളിലാണ്, ഗ്രന്ഥി കോശങ്ങളിലാണ്. അപ്പൊ അവിടെ നിന്ന് ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളെയും എൻസൈമുകളൊക്കെ എന്താക്കുക, ചെറിയ ചെറിയ ബോൾസ് ആക്കി മാറ്റുക. സ്ഥരസഞ്ചികളിൽ വെസിക്കിൾസ് എന്നാണ് അതിന് പറയാം. അതിലേക്ക് എന്താക്കുക, അതിനകത്തേക്ക് നിറച്ചിട്ട് എന്താക്കുക, ബോൾസ് ആക്കി മാറ്റി ട്രാൻസ്പോർട്ടേഷന് സഹായിക്കുന്ന ഭാഗമാണ് എന്ന് പറയുന്നത് ഗോൾജി അപ്പാരറ്റസ് അല്ലെ ഗോൾജി കോംപ്ലക്സ് എന്ന് പറയുന്നത്. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, എന്താണ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ പാക്കേജിങ് ഓഫ് hormones, enzymes, mucus etc. into small vesicles for transportation. അതായത് ഹോർമോൺസിന്റെ എൻസൈംസിന്റെ ഒക്കെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് എന്താക്കുക, ചെറിയ ബോൾസ് ആക്കിയിട്ട് മാറ്റി അതിനെ. അതാണ് ആര് ചെയ്യുന്നത്, ഗോൾജി അപ്പാരറ്റസ് ചെയ്യുന്നത്. അപ്പൊ ട്രാഫിക് പോലീസ് ഓഫ് എ സെൽ എന്നറിയപ്പെടുന്നത് ഗോൾജി അപ്പാരറ്റസ് ആണ്. ഗ്ലാൻഡ് സെൽ അല്ലെങ്കിൽ ഗ്ലാൻഡുകളിലാണ് കൂടുതലായിട്ട് എന്ത് കാണപ്പെടുന്നത്, ഗോൾജി അപ്പാരറ്റസ് കാണപ്പെടുന്നത്. നെക്സ്റ്റ് മൈറ്റോകോൺട്രിയ നമ്മൾ പറഞ്ഞു എന്താണ്, പവർ ഹൗസ് ഓഫ് എ സെൽ എന്ന് അറിയപ്പെടുന്നു. നെക്സ്റ്റ് നമ്മൾ എന്താണ്, വാക്യൂൾ, അതും നമ്മൾ പറഞ്ഞതാണ് എന്ത്, അതായത് പ്ലാന്റ് സെല്ലിൽ ലാർജ് വാക്യൂൾസ് കാണപ്പെടുന്നു, എനിമൽ സെല്ലില് ചെറിയ വാക്യൂൾസ് ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. പിന്നെ വാക്യൂളിന്റെ കവറിങ്ങിന് പറയുന്ന പേരാണ് എന്ത്, പ്രത്യേകം ശ്രദ്ധിക്കണേ, ടോണോപ്ലാസ്റ്റ്. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ടോണോപ്ലാസ്റ്റ്. പിന്നെ ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, വേസ്റ്റ് പ്രൊഡക്ട്സ്, സാൾട്ട്, വാട്ടർ ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാം. പിന്നെ സെൽ മെംബ്രെയിൻ നമ്മൾ പറഞ്ഞു. പിന്നെ സെൽ വോൾ അല്ലെ, സെൽ വോൾ എന്ന് പറഞ്ഞാൽ അതും നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. സെൽ മെംബ്രെയിന്റെയും പുറത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന കവറിംഗ് ആണ് എന്ന് പറയുന്നത് സെൽ വോൾ എന്ന് പറയുന്നത്. ആർക്ക് മാത്രമേ ഉള്ളൂ, പ്ലാന്റ് സെല്ലിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. പിന്നെ അത് നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം നമ്മൾ പറഞ്ഞു, സെല്ലുലോസ്, ഹെമി സെല്ലുലോസ് ആൻഡ് ടാക്റ്റിൻ. ഓക്കെ, ഇനി ഒരാളെ ഞാനിവിടെ വിട്ടുവെച്ചിട്ടുണ്ട്, ആരാണ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇതിനെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അതായത് ന്യൂക്ലിയസിനടുത്ത് പിന്നെ എന്ത് കാണാൻ പറ്റും, നമുക്ക് മെയിൻ ആയിട്ട് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കാണാൻ പറ്റും. കോശത്തിനകത്ത് മെറ്റീരിയൽ കണ്ടക്ഷന് സഹായിക്കുന്ന ഭാഗമാണ് ഞാൻ പറഞ്ഞു ഓൾറെഡി അല്ലെ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ റൈബോസോം അല്ലെ, നമ്മുടെ പ്രോട്ടീൻ സിന്തസിസിന് സഹായിക്കുന്ന റൈബോസോമാണ് നമ്മൾ ഇവിടെയൊക്കെ ഡോട്ടാക്കി റെപ്രസെന്റ് ചെയ്തത്. ഈ റൈബോസോം ചില സമയത്ത് ഇതിന്റെ മുകളിൽ കാണാൻ പറ്റും, ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ മുകളിൽ കാണാൻ പറ്റും. അപ്പൊ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ റഫ്നെസ്സിന് കാരണം എന്തെന്ന് ചോദിക്കും. റഫ്നെസ്, അതിന് കാരണം എന്താണ്, റൈബോസോം ആണ് കേട്ടോ. അപ്പൊ അത് ഓർമ്മിച്ച് വെക്കണം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ റഫ്നെസ്സിന് കാരണം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ്, റൈബോസോം ആണ് കേട്ടോ. അതൊരു ക്വസ്റ്റ്യൻ ആണ്, റൈബോസോം ആണ്. പിന്നെ ഈ റൈബോസോം കാണപ്പെടുന്ന എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അറിയപ്പെടുന്നത് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കേട്ടോ, റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അല്ലെങ്കിൽ RER. ഈ റൈബോസോം ഇല്ലാത്ത എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അറിയപ്പെടുന്നത് സ്മൂത്ത് കേട്ടോ, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അല്ലെങ്കിൽ SER. അതും കൂടി ഇവിടെ ഓർമ്മിച്ച് വെക്കണം. അപ്പൊ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് വെച്ചാൽ അത് പിന്നെ കോശത്തിനകത്തെ മെറ്റീരിയൽ കണ്ടക്ഷന് സഹായിക്കുന്നുണ്ട്, കൂടാതെ വരുന്ന വിഷവസ്തുക്കളെയൊക്കെ വിഷാംശം നീക്കം ചെയ്യുന്നുണ്ട്. പിന്നെ അതിന്റെ മുകളിൽ റൈബോസോം കാണപ്പെടുകയാണെങ്കിൽ അതെന്താണ്, റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ്. റൈബോസോം ഇല്ലാത്ത എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അല്ലെങ്കിൽ SER എന്ന് പറയും. ഈ പ്ലാന്റ് സെല്ലിന്റെ സ്ട്രക്ചർ ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി എനിമൽ സെല്ലാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് പ്ലാസ്റ്റിഡ് അതുപോലെ പിന്നെ എന്താണ്, സെൽ വോൾ ഇതൊന്നും ഉണ്ടാവില്ല. എന്തുണ്ടാവും, അതിന് പകരം ലൈസോസോമും സെൻട്രോസോമും ഉണ്ടാവും അല്ലെ. ലൈസോസോം എന്ന് പറയുന്നത് സൂയിസൈഡൽ ബാഗ് എന്നറിയപ്പെടുന്നു. പിന്നെ കോശത്തിനകത്ത് എൻ്റർ ചെയ്യുന്ന എന്താണ് പിന്നെ ഫോറിൻ പാർട്ടിക്കിൾസിനെ എൻസൈം ഉപയോഗിച്ചുകൊണ്ട് നശിപ്പിക്കുന്നു. പിന്നെ സെൻട്രോസോം ആണെങ്കിൽ സെൽ ഡിവിഷനും സഹായിക്കുന്നു. അപ്പൊ ഇതിനകത്ത് നമ്മളെ ഇതിനെ ആരൊക്കെ, ക്ലോറോപ്ലാസ്റ്റിനെയും അതേപോലെ പ്ലാസ്റ്റിഡ് അമൈറോപ്ലാസ്റ്റിനെയും പെറോക്സോമിനൊക്കെ ഒഴിവാക്കി പകരം എന്തിനെ ഇടുക, ഈ ലൈസോസോമും സെൻട്രോസോമും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം എന്തായി നമ്മുടെ, അതുപോലെ സെൽവോളും ഒക്കെ ഒഴിവാക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തായി, ഒരു എനിമൽ സെല്ലായി. അപ്പൊ എനിമൽ സെല്ലിൽ മാത്രം കാണപ്പെടുന്ന സെൽ ഓർഗാനൽസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈസോസോമും സെൻട്രോസോമും ആണ്. പിന്നെ സെൽവോളും അതുപോലെ തന്നെ എന്താണ്, പ്ലാസ്റ്റിഡും ഒക്കെ എവിടെ മാത്രമേ കാണപ്പെടുന്നുള്ളൂ, നമ്മളുടെ പ്ലാന്റ് സെല്ലിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. അപ്പൊ ഈ വ്യത്യാസങ്ങളൊക്കെ ഒന്ന് ഓർമ്മിച്ചു വെക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? ശരി, താങ്ക് യു.